നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് PRS ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ, പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളിൽ കാണുന്ന 1-2 പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ആൺകുഞ്ഞുങ്ങളിൽ കാണുന്ന ഏറ്റവും സാധാരണ കാണുന്ന ഫൈമോസിസ് എന്നൊരു കണ്ടീഷനാണ്. ഇതെന്താണ്? ഇത് അസുഖമല്ല. കുഞ്ഞുങ്ങളുടെ മൂത്രമൊഴിക്കുന്ന ഭാഗം അവിടെ ഈ പുറംതൊലി ഒട്ടിയിരിക്കുന്നതിനാണ് ഫൈമോസിസ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ആയിരിക്കും. ഒരെണ്ണം കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ട് ഈ തൊലി അടഞ്ഞിരിക്കും. ഒരു 1.5-2 വയസ്സാവുമ്പോഴേ ഇത് വിട്ടുമാറി വരുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ ഫൈമോസിസ് എന്ന് പറയും. പക്ഷേ ഈ പ്രായം കഴിഞ്ഞിട്ടും ഈ തൊലി അടഞ്ഞിരിക്കുമ്പോൾ, മൂത്രനാളിയുടെ ഓപ്പണിംഗ് അടഞ്ഞിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഫൈമോസിസ് എന്ന് പറയും. അതാണ് ചികിത്സിക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ചികിത്സിക്കേണ്ട ആവശ്യം വരുന്നത്? ഈ തൊലി അടഞ്ഞിരുന്നാൽ ആ പുറംതൊലിയുടെ അടിയിലുള്ള ദ്രാവകം പ്രൊഡ്യൂസ് ആവുന്നത് ക്ലീൻ ആവാണ്ട് അവിടെ തങ്ങിയിരുന്ന് അതിൽ ഇൻഫെക്ഷൻ വരാം. മെലനോപോസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ് ഇൻഫെക്ഷൻ വരാം. കുഞ്ഞിന് അവിടെ വേദനയും പഴുപ്പും ചുമപ്പും ഒക്കെ വരും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ പുറംതൊലി മാറ്റി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുഞ്ഞിന് ഈ തൊലി ഫ്രീ ആയിട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് ഉണ്ടെങ്കിലാണ് ഫൈമോസിസ് എന്ന് പറയുന്ന അസുഖത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക? കുഞ്ഞുങ്ങളാവുമ്പോൾ അവർ മൂത്രമൊഴിക്കുന്ന സമയത്ത് മൂത്രമൊഴിക്കുന്നതിന് തടസ്സം പോലെ തോന്നുന്നു, തുള്ളി തുള്ളിയായിട്ട് വരുന്നു, മൂത്രത്തിൻ്റെ ധാരയുടെ സൈസ് ചെറുതായി ഇരിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അവർ പരിശോധിക്കുമ്പോൾ ഈ തൊലി അടഞ്ഞിരിക്കുന്ന പോലെയും മൂത്രനാളിയുടെ ദ്വാരം കാണാണ്ടിരിക്കുന്ന പോലെയും തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ ഈ ഇത് കണ്ടാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ പോലത്തെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അടഞ്ഞിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിനെ കുറച്ച് തുറന്ന് ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതകൾ ഉണ്ട്. ഈ ലോക്കലായിട്ട് ഇൻഫെക്ഷൻ മാത്രമല്ല, മുകളിലോട്ട് യൂറിനറി സിസ്റ്റത്തിലോട്ട് ഇൻഫെക്ഷൻ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അവിടെ വേദനയോ ചുമപ്പോ പഴുപ്പ് വരലോ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അത് ഈ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ഈ നീരുള്ള കൊണ്ട് ഈ പുറംതൊലി പുറകിലോട്ട് മാറ്റി ക്ലീൻ ആക്കാൻ പറ്റുകയില്ല. അത് ഈ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യണം. ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് വേറെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് എല്ലാം ഒന്ന് കൺട്രോൾ ആയിട്ട് വേണം ഇത് റിട്രാക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അഥവാ കുഞ്ഞുങ്ങൾക്ക് ഇത് അടിക്കടി ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു, റിക്കറൻറ്റ് മെലനോപോസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്, അല്ലെങ്കിൽ ഈ തൊലി അകത്ത് ഭാഗം വിട്ടിരിക്കുന്നു, ഓപ്പണിങ്ങിൻ്റെ അവിടെ ചുരുങ്ങിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരു ബലൂൺ പോലെ വീർത്ത് വരാം. മൂത്രമൊഴിച്ച് കഴിയുമ്പോൾ അത് ചുരുങ്ങിയും വരാം. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഫൈമോസിസിനെയാണ് ശസ്ത്രക്രിയ മൂലം അത് ആ പുറംതൊലി എടുത്ത് കളയേണ്ടത്, സർക്കംസിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണോ? ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരാം. അത് മാത്രമല്ല, കുറച്ച് ടൈറ്റായിട്ടുള്ള ഫോർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ തന്നെ കുളിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ അവർ ബാക്കിലോട്ട് ആക്കുമ്പോൾ, റിട്രാക്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് ഉടനെ ഇട്ടില്ലെങ്കിൽ പാരാഫൈമോസിസ് എന്ന് പറഞ്ഞ എമർജൻസി ഒരു പ്രശ്നം വരും. അവിടെ നീര് വീണിട്ട് തൊലി ഫ്രണ്ടിലോട്ടാക്കാൻ പറ്റാണ്ടാവും. കുഞ്ഞിന് വളരെ അധികമുള്ള ഒരു വേദനയും ഡിസ്കംഫർട്ടും വരും. അതിനെയാണ് പാരാഫൈമോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നത്തെ കാലത്ത് കുറേ ഇൻഫെക്ഷൻസ് വന്ന് പിന്നെ ഈ HPV എന്ന് പറഞ്ഞ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ വന്ന് അവിടെ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളും വരാം. അപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇത് ക്ലീൻ ആക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. പ്രിപ്യൂസിൻ്റെ, അതായത് ഫോർ സ്കിൻ ബാക്കിലോട്ടാക്കി ഡെയിലി ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അത് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. പല്ലേപ്പിക്കുന്ന പോലെ തന്നെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കേണ്ട കാര്യമാണ്. പേടിച്ചിട്ട് അമ്മമാർ മിക്കപ്പോഴും ഇത് അങ്ങനെ വിടും. അപ്പോഴാണ് ഇത് കൂടുതൽ ടൈറ്റായി ഫൈമോസിസ് വന്ന് വേറെ ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് സുന്നത്ത്, അതായത് മാർക്കം ചെയ്യൽ, സർക്കംസിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒരു അസുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്താൽ കുഞ്ഞിന് ഒരു സർജറി ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നന്ദി.